ഒരു ബി ജെ പിക്കാരനായതുകൊണ്ട് സിനിമയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ ബി ജെ പിക്കാരൻ ആര് പറഞ്ഞു? ഞാൻ ആക്ച്വലി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മീൻസ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. ഒരു കാലത്തൊക്കെ ഞാൻ പുള്ളിയൊക്കെ പണ്ട് കുഞ്ഞിൽ കണ്ടിട്ടുണ്ട്, നേരിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ അബദ്ധത്തിൽ ഞാപ്പം കുഞ്ഞായിരുന്നു. പുള്ളി ക്ഷേക്കുന്നത് അന്ന് പിറ്റേന്ന് പത്രത്തിൽ ആ ഫോട്ടോ ആയിരുന്നു. പുള്ളി ക്ഷേക്കുന്ന ഫോട്ടോ അതറിയില്ല, പത്ര ചാനലൊന്നും വലിയ ഇതില്ല. ആ ഫോട്ടോ ആ പേപ്പർ ആരോ ഫോട്ടോ കാണിച്ചതാണ് എൻ്റെ ഫോട്ടോ. അന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് അച്യുതാനന്ദൻ സാർ വരെ ഓക്കെ, അപ്പുറം വേസ്റ്റാണ്. ഞാൻ ബി ജെ പിക്കാരനായത് പിന്നെ അതുകൂടെ പല കാര്യം പറയാം. നമ്മുടെ നാട് ഏത് പാർട്ടി ഭരിക്കുന്നതല്ല, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ആരും എന്ത് നല്ല ചെയ്യുന്നു. ഇന്ന പാർട്ടിന്നില്ല, ഇന്ന പാർട്ടിന്നില്ല. പക്ഷേ ഞാൻ ബി ജെ പിക്കാരനായത് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയ ശേഷമാണ് ബി ജെ പിക്കാരനായത്. ഇതുവരെ ഞാൻ ബി ജെ പിക്കാരനല്ല. അതേ നാട്ടിന് വേണ്ടി നല്ല ചെയ്യുന്നു. ഇത് ഇവിടെ കേരളത്തിലെ ഭാഷ അറിയാത്ത ഹിന്ദി, ഇനിയിപ്പോൾ ബംഗാളി മലയാളം പഠിക്കും. ഇവിടെ തെറ്റിയിട്ട് ഹിന്ദി പഠിക്കില്ല. അതങ്ങനെയാണ്. അയാൾ എന്താ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാൻ വേണ്ടി. ബാക്കി ഏത് സ്റ്റേറ്റ് നോക്കിയോ എല്ലാവർക്കും ഹിന്ദി അറിയാം. തമിഴ്നാട് മോശമാണ്, ബാംഗ്ലൂരൊക്കെ നല്ല ഹിന്ദി അറിയാം. പിന്നെ തമിഴ്നാടായപ്പോലും അത്യാവശ്യം വിവരമുള്ളവർക്ക്, വിദ്യാഭ്യാസമുള്ളവർക്ക് ഹിന്ദി അറിയാം. ഞാൻ പറഞ്ഞത് ഞാൻ ബി ജെ പിക്കാരനായ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സിനിമയിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരെ, അവർക്ക് പൊതുവെ ബി ജെ പിക്കാരെ ഇഷ്ടമല്ല. എന്തായിരിക്കും കാരണം? അല്ലെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർ ഈ പൊട്ടക്കടത്തെ തവളയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ. അവർക്ക് ഈ നാട് നന്നാവുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് മെയിൻ ആൾക്കാർ കേട്ടോ. വേറെ കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി ഞാൻ ഗസ്റ്റ് പോകാറുണ്ട്, ഗസ്റ്റ് പോകാറുണ്ട്, കോൺഗ്രസ്സുകാരുടെ പരിപാടി പോകാറുണ്ട്. ഇവരിൽ എല്ലാവർക്കും ഫ്രണ്ട്സും ഉണ്ട്, മെയിൻ ആൾക്കാരും ഉണ്ട്. എന്താ പറയുക, ചെറിയ പരിപാടിക്കൊക്കെ നമ്മൾ ഉദ്ഘാടനം ഞാൻ പോകും. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് പോകുന്നത്. അവർക്കൊക്കെ അറിയാം ഞാൻ ബി ജെ പിക്കാരനാണ്. ഞാൻ പോകും. അവർ പക്ഷേ അത് ഫ്രണ്ട്ഷിപ്പ്. ഞാൻ ആരും പേരും പറയില്ല. ഒരു എം എൽ എ കമ്മ്യൂണിസ്റ്റുകാരാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഇലക്ഷൻ പറഞ്ഞാൽ എന്നെ വിളിച്ചു. നമ്മുടെ ഫ്രണ്ടാണ്, ഞാനും ബാലയും ഫ്രണ്ടാണ്. ഞാനും ബാല ക്ലോസ്. ഞങ്ങൾ എന്നെ വിളിച്ചു, ഞങ്ങൾ രണ്ട് പോയി. അത് വേറെ ഞാൻ പറയില്ല. ആ നാട്ടിലെ ആ എം എൽ എ നല്ല എം എൽ എ ആയിരുന്നു ഇപ്പം അല്ല. അപ്പോൾ ഞാൻ പോകും. ഈ നമ്മൾ മുന്നമേ കാണുന്നതാണോ മനുഷ്യർ? ഒരിക്കലല്ല. സിനിമ ഫീൽഡിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് എൻ്റെ ഫോണിൽ നോക്കി അറിയാം. മോർ ദാൻ 10,000 നമ്പേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അത് ആണുകൊണ്ട് പെണ്ണുകൊണ്ട്. ഞാൻ ഇടയ്ക്ക് ഡൗൺ ആയി പോയായിരുന്നു. എന്താ പറയുക, കുറച്ച് ബിസിനസ്സിൻ്റെ പ്രശ്നമൊക്കെ മെൻ്റലി കുറച്ച് ഡൗൺ ആയി പോയി. അപ്പം ഞാൻ ഇടയ്ക്ക് സിനിമയും ചെയ്തില്ല. ഞാൻ ചെയ്യേണ്ട വെച്ചിരുന്നു. ഇറങ്ങി വീട്ടിൽ തന്നെ ഇരുന്നു, പുറത്തൊന്നും പോയില്ല. ഈ സമയത്ത് അന്ന് ശരി മനസ്സിലാക്കി ഞാൻ ദ റിയൽ ഫ്രണ്ട്സ് 90% ആരും ഉണ്ടായിരുന്നില്ല. 10% ഉണ്ടായിരുന്നില്ല. 10% ഉണ്ടായിരുന്നു. ഞാൻ അന്ന് മനസ്സിലാക്കി ദ റിയൽ ഫ്രണ്ട്സ് ആരാണ്. ഇവരൊക്കെ എൻ്റെ നിന്ന് ഒരുപാട് ഹെൽപ്പ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ തോന്നുമ്പോഴൊക്കെ കാശായാലും അല്ല ആളായിട്ടായാലും എൻ്റെ റെക്കമെൻഡേഷൻ വഴി, ഫോൺ വഴി, ചേട്ടാ അത് വിളിച്ച് ചെയ്തു തരും, അല്ലെങ്കിൽ അതൊന്നും ചെയ്തു തരും. ഞാൻ ഒന്നധികം എൻ്റെ ബന്ധങ്ങൾ ഇപ്പോൾ പോലീസായാലും രാഷ്ട്രീയക്കാരായാലും ഗുണ്ട ലെവലായാലും എല്ലാവർക്കും പറഞ്ഞു. ഞാൻ ഒരാഴ്ച ആരെയും വിളിച്ച് ശല്യിച്ചാറില്ല. അറ്റ കൈ. ഞാൻ അടുത്ത് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ എമർജൻസി മാത്രം, ഞാൻ വേറെ ആൾക്ക് വേണ്ടി വിളിച്ചവർക്ക് വേണ്ടിയില്ല. എൻ്റെ എമർജൻസിക്ക് വേണ്ടി മാത്രം ഞാൻ വിളിക്കൂ. എമർജൻസി അത് അറ്റ കൈ, വേറെ നടന്നില്ലേ മാത്രം. അതിപ്പോൾ വലിയ വലിയ പോസ്റ്റൽ പോലീസ് ഓഫീസുണ്ട്. ഇതൊക്കെ ഞാൻ എല്ലാവരും അമ്മയോട് നമ്മൾ പല സ്ഥലത്ത് ബീറ്റ് ചെയ്യാറുണ്ട്. ഇവരൊന്നും ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല. ഈ അനുഭവം ഒരു ഗുരുവാണോ? തീർച്ചയായും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഞാൻ കേട്ടൊരു കഥയുണ്ട്, പഠിച്ച പാഠപുസ്തകത്തേക്കാൾ അനുഭവമാണ് ജീവിതാനുഭവം. തീർച്ചയായിട്ടും. ഞാൻ പ്രീ ഡിഗ്രി തോറ്റ ആളാണ്. കാരണം ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ, അന്ന് പ്രീ ഡിഗ്രി ആയി, ഇപ്പോഴും +2 ആയിരുന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് ഫൈനൽ ഇയർ എക്സാമിന് എൻ്റെ ഫസ്റ്റ് ഡേക്ക് മമ്മൂക്കയുടെ ഫസ്റ്റ് ഹിന്ദി പടം ധർത്തി പുത്ര പത്മ തിയേറ്ററിൽ എറണാകുളത്ത് ഇറങ്ങുക. എക്സാമിന് പോയില്ല. അവിടെ പോയി പോലീസിൻ്റെ അടിയും കൊണ്ട് സിനിമ കാണാൻ പോയി. അങ്ങനെ പ്രീ ഡിഗ്രി തോറ്റ ഞാൻ. പിന്നെ പഠിക്കാൻ പോയില്ല. പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെ പഠിച്ച് പിന്നെ ബിസിനസ്സിൽ ഇറങ്ങി അങ്ങനെ പോയി. പക്ഷേ അത്യാവശ്യം ജനറൽ നോളജ് ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ല ചെയ്യാൻ ജി കെ ചോദിച്ചാൽ ഞാൻ ആൻസർ പറയും. പിന്നെ ഭാഷ, ഈ ഭാഷ അറിയുന്ന 5 ഭാഷ അറിയാം. ഇപ്പോൾ കന്നഡ കുറച്ച് ടച്ച് പോയി. ബാംഗ്ലൂർ ഇപ്പോൾ 5 വർഷമായിട്ട് പോകുന്നില്ല. ബിസിനസ് അവിടെ പോയി കൊറോണ സമയത്ത്. കന്നഡ അറിയായിരുന്നു, തമിഴ് നന്നായിട്ട് അറിയാം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം പോരെ. കൂടെ നിന്ന് ചതിച്ചവരോടും കൂടെ നിന്ന് സ്നേഹിച്ചവരോടും ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞ് എന്ത് പറയും? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മനസ്സിലായി? പറഞ്ഞിട്ടല്ലേ? കറക്റ്റ് ആൻസർ അല്ലേ? അതെ, അതിനപ്പുറമൊന്നുമില്ല.